പലർക്കും GST നോട്ടീസുകൾ കിട്ടിത്തുടങ്ങി. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പലവിധം അനാലിസിസിലൂടെയാണ് ഇത്തരം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പല AI ടൂൾസും ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷനോട് മാറിയാലും GST നിന്ന് രക്ഷപ്പെടാനാകുമോ? പല ആളുകളുടെയും ധാരണ കാശായിട്ട് ചെയ്താൽ ഇതിനൊരു ട്രാക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളറിയാതെ നമ്മളുടെ എല്ലാ ഇടപാടുകളും ട്രാക്ക് ചെയ്യുന്നുണ്ട്. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഈ വ്യക്തി രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, പക്ഷേ നിയമപരമായിട്ട് ഇദ്ദേഹം ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ട് രജിസ്ട്രേഷൻ എടുത്തില്ല? അത് ക്യാഷിലേക്ക് മാറുന്ന ആളിനായിരിക്കും ഇതിനെ കൊണ്ടൊരു നഷ്ടമുണ്ടാകുന്നത്. നമസ്കാരം, ET ടോക്സിലേക്ക് സ്വാഗതം. ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ UPI അധിഷ്ഠിത പണമിടപാടുകൾ നടത്തുന്ന കർണാടകയിലെ 14,000 വ്യാപാരികൾക്ക് GST നോട്ടീസ് എത്തിയിരിക്കുന്നത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് UPI അധിഷ്ഠിത ഇടപാടുകൾ നടത്തുന്ന വ്യാപാരികളെ, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യാപാരികൾ എങ്ങനെയാണ് GST വകുപ്പ് കണ്ടെത്തുന്നത്, ആർക്കൊക്കെയാണ് GST എടുക്കേണ്ടത്, ഇത്തരം നോട്ടീസുകളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഴയ രീതിയിലുള്ള പണമിടപാടുകളിലേക്ക് മാറുന്നതുകൊണ്ട് നേട്ടമുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പം കർണാടകയിലാണെങ്കിൽ ഈ 14,000 വ്യാപാരികൾക്ക് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് അവർ ഇന്ന് മുതൽ പ്രത്യേകിച്ച് പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ചെറുകിട വ്യാപാരികൾ സമരത്തിൻ്റെ ഭാഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ജൂലൈ 25-ന് ഫ്രീഡം പാർക്കിൽ, ബാംഗ്ലൂരിലെ ഫ്രീഡം പാർക്കിൽ ബന്ദ് പോലുള്ള വലിയ പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കുമെന്നുള്ള അറിയിപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് GSTയുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ മുൻനിര ചാർട്ടേഡ് അക്കൗണ്ടന്മാരിൽ ഒരാളായ അർപ്പണ ജോസിയാണ്. അവരെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പം ആദ്യത്തെ ഒരു ചോദ്യം, ഇപ്പം ഈ പത്രവാർത്തകളിലേക്ക് ഒരുപാട് വന്നു കഴിഞ്ഞു. 14,000 ചെറുകിട വ്യാപാരികളും സ്ട്രീറ്റ് വെൻഡേഴ്സ് വഴിയോര കച്ചവടക്കാരുമാണ് ഈ ഒരു വിഷയത്തിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആരൊക്കെ GST എടുക്കണം, എന്താണ് അതിൻ്റെ ഒരു നിബന്ധന? GST രജിസ്ട്രേഷൻ്റെ ത്രഷോൾഡ് 2 ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒന്ന് നമ്മുടെ സെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ, ഒന്ന് നമ്മളുടെ ബിസിനസ്സിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. സർവീസ് ഇൻഡസ്ട്രിയിലുള്ളൊരു ആളാണെങ്കിൽ, അതായത് സേവനങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക വർഷത്തിലെ സെയിൽസ് 20 ലക്ഷം കടക്കുകയാണെങ്കിൽ ആ വ്യക്തി GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാണ് നിയമപ്രകാരം. ഇനി നോൺ സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ, അതായത് ട്രേഡിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഈ പരിധി 20 ലക്ഷത്തിൽ നിന്ന് മാറി 40 ലക്ഷമാവും. അപ്പോൾ ഇതാണ് സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്. ഇനി ബിസിനസ് നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ വരികയാണെങ്കിൽ, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ അടിസ്ഥാന പരിധി ബാധകമല്ല. അയാളുടെ ആദ്യത്തെ സെയിൽസിൻ്റെ സമയത്ത് തന്നെ GST രജിസ്ട്രേഷൻ എടുക്കണം. അതുപോലെ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്നതാണ്, അതായത് കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് സേവനങ്ങളോ അല്ലെങ്കിൽ ഗുഡ്സോ ട്രേഡ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ, ഈ 3 കാറ്റഗറി ആളുകൾക്കും നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. അതെ. മറ്റ് നിബന്ധനകൾ എന്തൊക്കെയാണ്? അത് ഷോപ്പിന് അങ്ങനെ നമ്പർ വേണോ, കറണ്ട് അക്കൗണ്ട് വേണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ? നിബന്ധനകളെന്ന് പറയുമ്പോൾ നമ്മൾ GST സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും ഡിസ്പ്ലേയിലിടണം. പിന്നെ ഇതിൻ്റെ ഈ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടൊരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ 50 കോടിയിൽ മേലെ സെയിൽസ് നടക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അവരുടെ പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ പറയുന്ന കറണ്ട് അക്കൗണ്ടിനെ പറ്റിയാണ് സൂചിപ്പിച്ചത്. അപ്പം ഒരു തുടക്കത്തിൽ നമ്മളൊരു വ്യാപാരം തുടങ്ങി ഒരു പച്ച പിടിച്ച് കഴിയുമ്പോഴാണ് വളരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു തുടക്കത്തിലേക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈ ഒരു പണമിടപാടിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ? തെറ്റെന്ന് പറയാൻ പറ്റില്ല. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ ഉദ്ദേശം വേറെയാണ്. നമ്മുടെ സേവിങ്സിന് വേണ്ടി മാറ്റിവെക്കുന്ന അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. അപ്പം ഒരു വ്യക്തിയുടെ സേവിങ്സ് അക്കൗണ്ട് നോക്കുന്ന സമയത്ത് അതിൽ പേഴ്സണൽ ട്രാൻസാക്ഷനും ബിസിനസ് ട്രാൻസാക്ഷനും ഉണ്ടാവും. അപ്പോൾ ഇത് വേർതിരിച്ച് കാണിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ രണ്ടും 2 അക്കൗണ്ടിലേക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ബാംഗ്ലൂർ കേസ് നോക്കുകയാണല്ലോ, അവരും ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഭാഗത്ത് കൺസേൺ പ്രധാനമായിട്ട് 2 പറയുന്നത്. അവർ ഒന്ന് പറയുന്നത് ഇതിനെപ്പറ്റി അൺഅവെയർ ആയിരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രയർ നോട്ടീസൊന്നും വന്നിട്ടില്ല. അപ്പോൾ GST വകുപ്പ് അടുത്ത് പറഞ്ഞ് കഴിഞ്ഞ 4 വർഷത്തെ ഡാറ്റകൾ നോക്കിയിട്ടാണ് അവർ ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇവർ മറ്റൊരു കാര്യം, വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ അക്കൗണ്ടിലേക്ക് പലതരത്തിലുള്ള പൈസ ഇടുന്നുണ്ട്. ഇപ്പോൾ ലോൺ വാങ്ങിച്ചത് ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കും, ഈ പറഞ്ഞ നെറ്റ് ഇൻകത്തിൻ്റെ പുറത്ത് വേണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അപ്പം ഇവരൊക്കെ നേരത്തെ ഒരു കറണ്ട് അക്കൗണ്ട് ആദ്യം യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഈ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി വരുമായിരുന്നു എന്നാണോ ഇതിൻ്റെ ഒരു അർത്ഥം? നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പലർക്കും GST നോട്ടീസുകൾ കിട്ടിത്തുടങ്ങി. ഇത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പലവിധം അനാലിസിസിലൂടെയാണ് ഇത്തരം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പല AI ടൂൾസും ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഇടപാടുകൾ നമ്മളറിയാതെ തന്നെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രീറ്റ് വെൻഡറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് UPIയിലൂടെയാണ് പേയ്മെൻറ്റ്സ് എല്ലാം കിട്ടുന്നതെങ്കിൽ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ
പ്രതിഫലിച്ചിട്ടുണ്ടോ. അപ്പോൾ ഒരു വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GST രജിസ്ട്രേഷൻ്റെ ത്രഷോൾഡായ 20 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം കടന്നിട്ടുണ്ടെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഈ വ്യക്തി രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, പക്ഷേ നിയമപരമായിട്ട് ഇദ്ദേഹം ബാധ്യസ്ഥനാണ്, എന്തുകൊണ്ട് രജിസ്ട്രേഷൻ എടുത്തില്ല എന്നുള്ള ചോദ്യങ്ങൾക്കൊരു വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് അവർ നോട്ടീസ് അയക്കുന്നത്. ബഹുഭൂരിപക്ഷം സ്ട്രീറ്റ് വെൻഡേഴ്സും ഇപ്പോൾ UPI പേയ്മെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ UPI പേയ്മെൻറ്റ്സ് ആവുന്ന സമയത്ത് ഈ കിട്ടുന്ന എമൗണ്ട് മുഴുവൻ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഈ പറയുന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ത്രഷോൾഡായ 20 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം കടന്നു കഴിഞ്ഞാൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിക്കുന്നത് ഈ വ്യക്തി GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാണ്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പാൻ നമ്പറിൽ ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊരു വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് ഇവർ നോട്ടീസ് അയക്കുന്നത്. അതായത് നോട്ടീസ് ലഭിച്ചതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ അതിൻ്റെ ബാക്കി നടപടികളിലേക്ക് പോകാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കി വ്യാപാരം തുടരാവുന്നതേ ഉള്ളൂ. അതെ, നോട്ടീസിന് നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു നോട്ടീസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ നോട്ടീസിൽ ചോദിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട മറുപടി വിത്ത് പ്രൂഫ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ആ നോട്ടീസിലൊരു സമയപരിധി പറഞ്ഞിട്ടുണ്ടാവും, ആ സമയപരിധിയുടെ ഉള്ളിൽ വ്യക്തമായൊരു മറുപടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് തന്നെ മതിയായൊരു ഉത്തരമാണ്. പിന്നെ നമ്മൾക്കിതിന് കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടാവുന്നതാണ്. അപ്പം കൂടുതലായിട്ടും ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും GST നോട്ടീസസ് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ട്രാൻസാക്ഷൻസും ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ലോൺ തന്നു, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എനിക്ക് കുറച്ച് കാശ് കടമായിട്ട് തന്നു, ഇതെല്ലാം എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ചെറിയ പാർട്ട്ണർഷിപ്പ് ഇതുപോലെ ഒരു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയതായിരിക്കും. അപ്പം ഒരു കൺവീനിയൻസിന് വേണ്ടി ചിലപ്പോൾ ഒരു അക്കൗണ്ട് ചിലപ്പോൾ തുടങ്ങുന്നതായിരിക്കും. അപ്പം അവർക്ക് ഇതിൽ നിന്ന് പേ ഔട്ട് പോകുന്നുണ്ടാവും. അതെ, ടെമ്പററി ആയിട്ട് അങ്ങനെയും എമൗണ്ട്സ് വരാം. അപ്പം ഒരു പ്രോപ്പർ റീകൺസിലിയേഷൻ ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്രയാണ് എൻ്റെ കച്ചവടത്തിൽ നിന്നുള്ള വരുമാനം, ഇതെൻ്റെ ഇത്രയും എൻ്റെ പേഴ്സണലായിട്ടുള്ള വന്നിരിക്കുന്ന എമൗണ്ടുകളാണ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു സഫീഷ്യൻറ്റ് ഉത്തരമാണ്. ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഡിജിറ്റൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ എത്തുമ്പം ഡാറ്റ വളരെ ആക്സസിബിൾ ആണ്, മണി ട്രെയിൽ എളുപ്പമാണ്. അതാണ് GST വകുപ്പ് അല്ലെങ്കിൽ അവർ ഇത്തരം ഒരു അനാലിസിസ് എടുക്കുന്നു പറഞ്ഞു. അപ്പം അങ്ങനെയെങ്കിൽ ഈ UPI ഒഴിവാക്കി വീണ്ടും പഴയ രീതിയിൽ ക്യാഷ് ട്രാൻസാക്ഷനിലോട്ട് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനൊരു നിബന്ധന ഉണ്ടോ? മീൻസ് അതായത് ക്യാഷ് ട്രാൻസാക്ഷനിലോട്ട് മാറിയാലും GST നിന്ന് രക്ഷപ്പെടാനാകുമോ? GST നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ നമ്മൾക്ക് കാശായിട്ടാണോ കാശല്ലാതെ ആയിട്ടാണോ കിട്ടിയതെന്നുള്ളത് അതിന് പ്രസക്തിയില്ല. ഇപ്പോൾ ക്യാഷായിട്ട് കിട്ടിയാലും ബാങ്കിലായിട്ട് കിട്ടിയാലും ഈ പറയുന്ന 20 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം എന്ന് പറയുന്ന കണക്കിലേക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട്. പല ആളുകളുടെയും ധാരണ കാശായിട്ട് ചെയ്താൽ ഇതിനൊരു ട്രാക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളറിയാതെ നമ്മളുടെ എല്ലാ ഇടപാടുകളും ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഒരുപാട് അനാലിസിസും ഒരുപാട് ടൂൾസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്തിടെയാണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആക്സസിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ചത്, അതായത് ഇപ്പം നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ മറ്റതിൻ്റെ അത്ര എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമ്മൾ ഒരു പൈസ കിട്ടിക്കഴിയുമ്പോൾ സോഷ്യൽ മീഡിയ വഴി ചിലപ്പം നമ്മൾ പുതിയ ഫോട്ടോകൾ ഇടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി ഇവർക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഇച്ചിരി ഇവന് കച്ചവടമായിരുന്നു, ഒരാളൊരു അസൂയയുടെ പുറത്ത് ഇനി എന്തിൻ്റെ പേരിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ പോലും അവർക്ക് ക്രോസ് ചെയ്യാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതെ, അതായത് നമ്മൾക്കിപ്പോൾ കാശായിട്ട് വരുമാനം കിട്ടിയാലും ഇത് നമ്മൾ എവിടെയെങ്കിലും ചെലവഴിക്കണം. അപ്പോൾ പല രീതിയിലുള്ള സ്പെൻഡിങ്സിന് ട്രാക്കിംഗ് വരുന്നുണ്ട്. അതായത് SFT എന്ന് പറയുന്ന ഒരു ഫയലിംഗ് ഉണ്ട്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇത് ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കുന്നത് ബാങ്ക്, അതായത് കോപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസ്, രജിസ്ട്രാർ, ഇങ്ങനെ കുറച്ച് കാറ്റഗറി ഓഫ് ത്രെഷോൾഡിന് മുകളിൽ പോകുന്ന ട്രാൻസാക്ഷൻ അറിയിക്കുന്ന സംഭവമാണ്. അതെ, അതായത് ഇപ്പോൾ രജിസ്ട്രാറിനെ സംബന്ധിച്ച് 30 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ഒരു വസ്തുവിൽപ്പന വന്നാൽ ഇമ്മീഡിയറ്റ്ലി അവരുടെ പാൻ കോട്ട് ചെയ്തിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ ഇരിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇന്റലിജൻസ് വിങ്ങിൻ്റെ കയ്യിലാണ്. അതായത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നതിനുള്ള ഒരു ബാധ്യസ്ഥരാണ് അവർ. അതെ, ഈ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തിയുടെയും ഇൻകം ടാക്സ് ലോഗിനിൽ കയറി നോക്കിയാൽ, ഇപ്പം എൻ്റെയും എല്ലാവരുടെയും ഇൻകം ടാക്സ് ലോഗിനിൽ കയറി നോക്കിയാൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇതിൽ നമ്മളുടെ എല്ലാ വിവരങ്ങളും, ഒട്ടുമിക്ക വിവരങ്ങളും അതിനകത്തുണ്ടാവും. നമ്മൾ ഒരു FD ഇട്ടു, അതിൻ്റെ മേലെ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടി, മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ പ്രോപ്പർട്ടി 30 lakhs മേലെ വിറ്റോ, അതുണ്ടാവും. നമ്മുടെ ഏതെങ്കിലും ഇൻകത്തിൻ്റെ മേലെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഇൻഫർമേഷൻ എല്ലാം ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അവൈലബിൾ. അതായത് നമ്മളിപ്പോൾ കച്ചവടത്തിന് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒഴിവാക്കി, പേയ്മെൻറ്റ്സ് ഒഴിവാക്കി ക്യാഷ് വഴിയാണെങ്കിലും നമ്മളത് വേറെ എവിടെയെങ്കിലും സമാഹരിച്ച് വേറെ എവിടെ കൊണ്ട് ഇട്ടാലും
ഇത് ട്രെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റികൾക്ക് ഇത് ട്രേസ് ചെയ്യാൻ പറ്റും എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതെ അതെ, ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് അത് ഉറപ്പായിട്ടും ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൊണ്ട് നമ്മളെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണെന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഇതിന് മറുവശത്തും ഇതിന് ഗുണങ്ങളും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഒരു ചെറുകിട വ്യാപാരം തുടക്കത്തിൽ തന്നെ നടത്തുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ടോ? ഇപ്പം പ്രത്യേകിച്ച് ഈ ഡാറ്റ തന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ഒരു ബാങ്കിന് മുന്നിൽ സബ്മിറ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ നല്ല ലോണുകളായിട്ടൊക്കെ ശ്രമിക്കാൻ കഴിയില്ലേ? ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു പ്രോപ്പർട്ടി വാങ്ങിക്കണം. അപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് അദ്ദേഹം ലോൺ എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി അളക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ 3 വർഷം നമ്മൾ ഫയൽ ചെയ്ത ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു വർഷത്തിലെ മൊത്തം വരുമാനം എത്ര ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു റിട്ടേൺ ആണ് ഇൻകം ടാക്സ് റിട്ടേൺ. അത് വ്യക്തിഗത നിലയിൽ. ബിസിനസ് ആണെങ്കിലും ബിസിനസ്സിന് അവർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണം. അത് വെച്ച് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പം ഇതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നതിനനുസരിച്ചിട്ടാണ് ഒരാളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ബാങ്കുകൾ തീരുമാനിക്കുന്നത്. അപ്പം റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരാൾക്ക് ബാങ്ക് ലോൺ കൊടുക്കാനായിട്ട് മടിക്കും, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന തുകയുടെ ഒരു പകുതി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു സോഴ്സായിട്ട് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി നമുക്ക് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യത്തിനോ വരുമ്പം നമുക്ക് ഈസിലി ഒരു ബാങ്ക് ലോൺ അല്ലെങ്കിൽ വ്യവസായപരമായ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈസിലി ഒരു ലോൺ സംഘടിപ്പിക്കാൻ കഴിയുമെന്നല്ല ഇതിലൂടെ സൂചിപ്പിക്കും. അതെ, ഇനിയിപ്പം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ല, നമ്മളുടെ അജ്ഞത കൊണ്ട് നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിലും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇതെല്ലാം എനിക്ക് ഇങ്ങനെ കച്ചവടത്തിൽ നിന്ന് വന്നിരിക്കുന്ന എമൗണ്ട് ആണെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നേരെ മറിച്ച് കാശായിട്ടാണ് നമുക്കത് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനൊരു തെളിവില്ല, ഒരു റെക്കോർഡും അതിനില്ല. അതായത് വരുമാനം ഒരു സ്ഥലത്തും മറയ്ക്കാൻ നോക്കുന്നതിന് അതിന് പകരം വരുമാനം നമ്മൾ യഥാവിധി കാണിച്ച് നമുക്ക് ഭാവിയിലേക്കുള്ള നേട്ടത്തിൽ ഉപകരിക്കാനും ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി സാധിക്കും. അപ്പം ഇങ്ങനൊരു നോട്ടീസ് ലഭിച്ചു, നമ്മളതിന് മറുപടി കൊടുത്തു. അപ്പം ഇങ്ങനൊരു GST നോട്ടീസ് കിട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്ന വഴി ഒരു നോട്ടീസ് കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ GST ഇംപ്ലിക്കേഷൻസ് നമുക്ക് കരുതാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ബാങ്കിൽ വന്നിരിക്കുന്ന എമൗണ്ടുകൾ നമ്മുടെ ബിസിനസ് ചെയ്ത് കിട്ടിയ വരുമാനമാണെങ്കിൽ ഉറപ്പായും നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് നിയമം അറിയില്ല എന്ന് പറയുന്നത് അതൊരു എക്സ്ക്യൂസ് അല്ല. പിന്നെ ബിസിനസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു പരിധി കഴിയുന്ന സമയത്ത് ബിസിനസ് തീർച്ചയായിട്ടും എക്സ്പാൻഡ് ചെയ്യണം. എന്നും ഒരേ രീതിയിൽ ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ബിസിനസിൻ്റെ ഒരു അപ്പോൾ അങ്ങനെ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു MSME ലോൺ എടുക്കണം. ഇതിനെല്ലാം സോഴ്സ് വളരെ അത്യാവശ്യമാണ്. അതെ, അപ്പം ഇതെല്ലാം എവിടെയെങ്കിലും ഈ സോഴ്സ് എല്ലാം നമുക്ക് കാണിക്കേണ്ട സമയത്ത് ഈ പ്രോപ്പർ റെക്കോർഡഡ് ആയിട്ട് വരുന്ന എമൗണ്ടുകൾ തന്നെയായിരിക്കും ഉപകരിക്കുന്നത്. അപ്പം കംപ്ലയിൻസിൻ്റെ അതായത് GST കംപ്ലയിൻസിൻ്റെ ഭാഗമായിട്ട് നമ്മളിലോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഗുണങ്ങളേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം ചോദിക്കണം, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കൺസ്യൂമറിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണമല്ലോ. ഇപ്പം ക്യാഷ് ട്രാൻസാക്ഷൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആയാലും ഇപ്പോൾ ഈ മാറ്റം വരുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് വില കുറയ കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ ഉപഭോക്താവിൻ്റെ ഒരു മാറ്റം വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ കൺവീനിയൻസ് ഒരു ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവർ സമരത്തിലേക്ക് ചെറുകിട വ്യാപാരികൾ അവർ ആവശ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സ് നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പം ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട്, ക്വിക്ക് വളരെയധികം വളരെ റാപ്പിഡായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എന്ത് കാര്യം ഓർഡർ ചെയ്താലും ഒരു കോളോ ഓർഡർ ചെയ്താൽ പോലും 10 രൂപ കൊണ്ട് തരുന്ന കോമ്പറ്റീഷൻ നിൽക്കുന്ന സമയത്ത് അപ്പം വ്യാപാരികൾ ഇത്തരമുള്ള ഒരു കോമ്പറ്റീഷനെ ചെറുകിട വ്യാപാരി ഇത്തരമുള്ള ഒരു കോമ്പറ്റീഷനെ മനസ്സിലാക്കി ഈ കംപ്ലയിൻസിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ നേട്ടങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ല അവർക്കൊരു ലോങ് റണ്ണിൽ നല്ലത്. തീർച്ചയായിട്ടും. കാരണം ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ്സിൻ്റെ ഉപഭോക്താക്കളായി മാറിക്കഴിഞ്ഞു ഒരു ബഹുഭൂരിപക്ഷം ആളുകളും. അപ്പം ഇതിൻ്റെ ഒരു കൺവീനിയൻസ് ചിന്തിക്കുന്ന സമയത്ത് ഇത് ഉപേക്ഷിക്കാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ബഹുഭൂരിപക്ഷം സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണെങ്കിലും ഇപ്പം UPI പേയ്മെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില്ലറ പ്രശ്നം വലിയൊരു പ്രശ്നമായിരുന്നു. അതെ, സ്ട്രീറ്റ് വെൻഡേഴ്സ് മാത്രമല്ല, നമ്മൾ ഊബർ ഓട്ടോയിൽ കയറുവാണെങ്കിലും എല്ലാവരും തന്നെ UPI പേയ്മെൻറ്റ്സ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തിരിച്ചു പോവുക എന്ന് പറയുന്നത് കൺസ്യൂമറിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പം ഞാൻ നിർത്തിപ്പോയാലും സെയിം ലൈൻ ഓഫ് ബിസിനസ് ചെയ്യുന്ന വേറൊരു വ്യക്തി ഉണ്ടാകുന്ന സമയത്ത് കൺസ്യൂമേഴ്സിന് അതൊരു ബുദ്ധിമുട്ടല്ല. കൺസ്യൂമേഴ്സിന് അത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി. ഇത് ക്യാഷിലേക്ക് മാറുന്ന ആളിനായിരിക്കും ഇതിനെ കൊണ്ടൊരു നഷ്ടമുണ്ടാകുന്നത്.
അപ്പം നമ്മളോട് GST ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അർപ്പണ ജോസി പങ്കുവച്ചത്. അപ്പോൾ ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കട്ടെ എന്നും രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് മാറട്ടെ എന്നും കരുതുന്നു. അപ്പോൾ ഈ മറ്റൊരു വിഷയമായി ET ടോക്സിൻ്റെ അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.